യൂട്യൂബ് പല ക്രിയേറ്റേഴ്സ് ഇപ്പം പ്രണവ് പ്രവീണിനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള പല ആൾക്കാരെ പോലെയോ ഒക്കെ നമുക്ക് പെട്ടെന്ന് വീട് വാങ്ങാം, കാർ വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാമോഹത്തോടു കൂടിയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിലേക്ക് പോകാൻ താല്പര്യപ്പെട്ട് നിൽക്കാതെ സത്യം പറഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ വെറും മായാമോഹ വലയങ്ങളാണ്. പ്രവീൺ പ്രണവ് വീട്ടിൽ നിന്ന് ഇറങ്ങി തെറ്റിപ്പോയി, അവർ യൂട്യൂബ് ചാനൽ വളർത്തി, അവർ വണ്ടി വാങ്ങി വീട് വെച്ചു എന്നുള്ള സംഭവം ഇതൊന്നും എല്ലാവരെ കൊണ്ടും പറ്റിയെന്ന് വരില്ല. എല്ലാം സോഷ്യൽ മീഡിയയിലെ കോണ്ടന്റ് അല്ല. ഇനി അവർ ചെയ്യുന്നത് ആ യൂട്യൂബ് ചാനലിനകത്ത് വിവാഹത്തിന്റെ കാര്യങ്ങൾ മറ്റേത് മറിച്ചത് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. ആ യൂട്യൂബ് ചാനലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ പെൺകുട്ടി ഒളിച്ചോടി പോയത്. അതും കൂടെ കൊണ്ടാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയാൽ പ്ലക്ക് എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതിൻ്റെ കൂടെ ആ ലൈക്കും ഒരു കമൻറ്റും കൂടെ ഇട്ട് വെച്ചാലേ. അപ്പോൾ കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഉപ്പും മുളകും ലൈറ്റ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട്. ഈ കോൺട്രവേഴ്സിയിൽ ഇതുവരെ ഉപ്പും മുളകുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ പോലും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ദിയയുമായിട്ടുണ്ടായ പ്രശ്നം ഉണ്ടായപ്പോഴും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, ഇപ്പോഴും ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ചെയ്യാത്തതിൻ്റെ കാരണം വെറുതെ ഒരു ഫാമിലി വ്ളോഗർ, ഞാൻ ഫാമിലി വ്ളോഗറെ ചുമ്മാ ഒന്നും കയറി ചൊറിയാറില്ല. ഫാമിലി വ്ളോഗറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഈ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രണവ് പ്രവീണിനെ പോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടായപ്പോൾ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ചെയ്യാനുണ്ടായ കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇവർക്കെതിരെ വീഡിയോ ഇടുകയും ഇപ്പോൾ അവരെല്ലാം നേരെ തിരിഞ്ഞ് ഇവർക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതെന്താണെന്ന് ഞാൻ എന്താണെന്ന് തിരക്കിയപ്പോൾ ഞാൻ ഡീകോഡ് ചെയ്ത സാധനങ്ങൾ നിങ്ങളെയും കൂടെ അറിയിക്കണമെന്ന് തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടും എന്നെ മാത്രം കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഇതെന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. ഈ ഫാമിലി വ്ളോഗേഴ്സ് ഇവരുടെ കുടുംബത്തിൽ നടക്കുന്ന ഫാമിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെയാണ് എടുത്തിടുന്നത്. ഗ്രേറ്റ് കണ്ടന്റ്, നന്നായിട്ട് പോട്ടെ. പക്ഷേ ഇവരുടെ ആദ്യത്തെ ഒരു മകളുടെ കല്യാണം എല്ലാം ഉറപ്പിച്ച് എൻഗേജ്മെൻറ്റൊക്കെ എടുത്തതിനും ആ മകൾ ഒരാളുടെ കൂടെ ഒളിച്ചോടുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പം നല്ല രീതിയിൽ അവർ ജീവിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു മകളുടെ കല്യാണം ഉറപ്പിച്ചപ്പോഴത്തേനും എൻഗേജ്മെൻറ്റൊക്കെ ആയി. പക്ഷേ ഈ കല്യാണം ഉറപ്പിച്ച ആളുടെ കൂടെ തന്നെ ഈ പുള്ളിക്കാരി ഒളിച്ചോടി പോകുന്നു. അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് ആരും പറയുന്നില്ല. ഈ അമ്മയും അച്ഛനും വന്നിട്ട് അതിൻ്റെ പിന്നിൽ കുറേ കാരണങ്ങളുണ്ട്, അവർ ചെയ്തത് തെറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങളൊരു നല്ല മാതാപിതാക്കളാണ്, അങ്ങനെയൊക്കെ പറയുന്നല്ലാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നില്ല. ഈ രണ്ട് മക്കളും യൂട്യൂബിൽ എക്സ്പ്ലനേഷൻ ഇട്ടു. രണ്ട് മക്കളും അമ്മ ചെയ്തത് തെറ്റാണ്, അവൾ ചെയ്തത് തെറ്റാണ്, എന്നെ പറയുന്നത് ഇങ്ങനെ പറയുന്നതല്ലാതെ എന്ത് റീസൺ മൂലമാണ് ഇങ്ങനെ ഒളിച്ചോടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നറിയില്ല. അപ്പോൾ എന്ത് ചെയ്തി ഈ റിയാക്ഷൻ വ്ളോഗേഴ്സ് ചെയ്യുന്നവർ വന്നിട്ട് അത് ചിന്തിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടായിരിക്കും ചെയ്യുന്നത്? കല്യാണം ലേറ്റ് ആവുമോ? ഇവരുടെ സമ്പത്തില്ലാത്തതുകൊണ്ടാണോ? മറ്റെന്തെങ്കിലും പ്രശ്നം ഇതിൻ്റെ പുറകിലുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ വിമർശിക്കാൻ തുടങ്ങി. രണ്ട് മക്കൾ ഒളിച്ചോടിയപ്പോഴത്തേനും അതായത് അമ്മയുടെ ഭാഗത്തോ അച്ഛൻ്റെ ഭാഗത്തോ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലെല്ലാം വിമർശനങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഫാമിലി, ഈ അച്ഛനും അമ്മയും നിലവിലുള്ള യൂട്യൂബ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ബഡാ ടീംസിനെ കോൺടാക്റ്റ് ചെയ്ത് അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അവരെല്ലാം കൺവിൻസ്ഡായി. അച്ഛനും അമ്മയും ചെയ്യുന്നതാണ് ശരിയെന്നുള്ള കാര്യത്തിൽ കൺവിൻസ്ഡായി. അപ്പോൾ മൂപ്പൻസ് വ്ളോഗിനെ അവർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഗോപ്രോ മച്ചാനെ അവർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, സീക്രട്ട് ഏജൻറ്റിനെ അവർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഡാനി സത്തിനെ അവർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ വളരെ ആക്റ്റീവായിട്ട് ഫോളോ ചെയ്യുന്ന ചാനലുകളാണ്. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ക്രിയേറ്റേഴ്സാണ് ഇവരെല്ലാം. സിജോ ടോക്സുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പുള്ളിയെ ഞാൻ അത്ര ആക്റ്റീവായിട്ട് ഫോളോ ചെയ്യുന്ന ആളല്ല. അപ്പോൾ ഇതിനകത്ത് ഇവരെല്ലാം രണ്ട് വീഡിയോ ഈ മാതാപിതാക്കൾക്കെതിരെ വിമർശിച്ച് വീഡിയോ ഇട്ടു. വിമർശിക്കുമെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ഒരു വൃത്തികെട്ട വിമർശനമൊന്നും അല്ല കേട്ടോ ഇവരാരും ചെയ്യുന്നത്, നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അവരോട് സംസാരിച്ചു, ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി, ഞങ്ങൾ മനസ്സിലാക്കിയ തെറ്റായിരുന്നു, ഞങ്ങൾ തിരുത്തി പറയുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ മറ്റൊരു വീഡിയോ ആയിട്ട് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അതിൽ നമുക്ക് മൂപ്പൻസ് വ്ളോഗിലെ ബ്രോ പറയുന്നൊന്ന് കേട്ട് നോക്കാം. അറിഞ്ഞോ അറിയാതെയോ ആ അച്ഛനമ്മമാരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതല്ല സത്യം എന്നുള്ളതും അവരുടെ ഭാഗമായിരുന്നു ശരിയെന്നുള്ളതും ഞാൻ ചിന്തിച്ചതും അതുപോലെ തന്നെ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കുന്നതും അല്ല ശരിയെന്നുള്ളതും തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്നു, ആ അച്ഛനമ്മമാർക്കൊപ്പം അല്ലെങ്കിൽ അവരുടെ ആ ഒരു നിലവിലുള്ള അവരുടെ വേദനയ്ക്കൊപ്പം തന്നെ ഉണ്ടാവും. ഇനി അവരാരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടോ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടോ ഒന്നുമല്ല. അവരുടെ വേദന പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ കാണുന്ന എനിക്ക് വളരെ എന്നെ അട്രാക്റ്റ് ചെയ്ത ഒരു റിയാക്ഷൻ ചാനലാണ് ഈ മൂപ്പൻസ് വ്ളോഗ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറാണ്, വളരെ സ്പഷ്ടമായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. പുള്ളിയുടെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര കിടിലമാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ഈ മാതാപിതാക്കൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ സൈഡിൽ നിന്ന് ഒരു ശരി ഉണ്ടാവും. അവരുടെ സൈഡിൽ ഈ മക്കൾ ചെയ്ത ഒരു പ്രശ്നം ഉണ്ടാവും.
അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പോലുള്ളവരെ അല്ലെങ്കിൽ റിയാക്ഷൻ വ്ളോഗേഴ്സ് എന്ന് പറയുന്ന ഒരു മണ്ടന്മാരാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഒരുപാട് അതിനകത്തേക്ക് റിസർച്ച് ചെയ്ത് പല തരത്തിൽ ചിന്തിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ചുമ്മാ വായി തോന്നിയത് വിളിച്ച് പറയുന്നവരുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ പിന്നിലൊരു വർക്കുണ്ട്. അപ്പോൾ ആ മാതാപിതാക്കളുടെ സൈഡിൽ എന്തോ ന്യായമുണ്ടെന്ന് ഇദ്ദേഹത്തിന് തോന്നി. ഇദ്ദേഹത്തിനെ പോലെ തന്നെ ആ മാതാപിതാക്കൾ വിളിച്ച് സംസാരിച്ച എല്ലാവർക്കും തോന്നി. അപ്പോൾ അവരുടെ സൈഡിൽ എന്തോ ഒരു ശരിയുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങളാരും ആ കുട്ടിയുടെ സൈഡിൽ എന്താണെന്ന് കേൾക്കാൻ തയ്യാറായില്ല? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനും ഈ വീഡിയോ കാണുന്ന എൻ്റെ ഫോളോ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സായിട്ടുള്ള നിങ്ങൾ തമ്മിലൊരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിൽ ഞാൻ പറയുന്നത് എൻ്റെ സൈഡിൽ നിന്നുള്ള എൻ്റെ ന്യായീകരണങ്ങളായിരിക്കും. അതിനകത്ത് ഞാൻ എന്ത് വലിയ തെറ്റ് ചെയ്താലും ഞാൻ ചെയ്തതാണ് ശരി, ഞാൻ ചെയ്തതിനകത്ത് ന്യായീകരണമേ ഞാൻ കണ്ടുപിടിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഒരാൾ എന്നോടൊരു പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ന്യായീകരണം നിങ്ങൾ ചെയ്തതായിരിക്കും ശരി. അപ്പോൾ ആ മകളുടെ സൈഡും കൂടെ നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കാൻ ഒന്ന് തയ്യാറെടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി നിങ്ങളെല്ലാം അത്യാവശ്യം നല്ല ക്രെഡിബിലിറ്റി ഉള്ള യൂട്യൂബേഴ്സാണ്. ഇപ്പോൾ മൂപ്പൻസ് വ്ളോഗ് ആയാലും ഗോപ്രോ മച്ചാനായാലും സിജോ ടോക്സ് ആയാലും സീക്രട്ട് ഏജൻ്റ് ആയാലും ഡാനിസത്തിനായാലും എല്ലാം നിങ്ങളെല്ലാവരും അത്യാവശ്യം ക്രെഡിബിലിറ്റി ഉള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ നിങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് പോലെ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടത്തില്ല. ഇവൻ ഏതായി നിങ്ങളുടെ മനസ്സിൽ കുട്ടി റിയാക്ടർ അല്ലെങ്കിൽ കുട്ടി ക്രിയേറ്റർ വലിയ ക്രിയേറ്റർ എന്നൊന്നും ഇല്ലായിരിക്കും. പക്ഷേ നിങ്ങളോട്ട് സംസാരിക്കുന്ന ആളുകൾ അത് ചിന്തിക്കും. ഇവൻ ഇത്രയും വലിയ ആളാണ്, ഇവരോട് പറയാം എന്ന് ചിന്തിക്കും. അപ്പോൾ നിങ്ങൾ ആ മകളുടെ വശം കൂടെ ഒന്ന് കേട്ടിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. ഇനിയും നമുക്കിതിലേക്ക് നേരെ വരുമ്പോഴത്തേനും ഇവരെല്ലാവരും പറയുന്ന ഈ സെയിം ഡയലോഗാണ്. മാതാപിതാക്കൾ സംസാരിച്ചു, അവരുടെ സൈഡിലെ ന്യായീകരണം ഞങ്ങൾക്ക് മനസ്സിലായി, അവർ പറയുന്നതാണ് ശരി, ഈ മക്കൾ ചെയ്തത് തെറ്റാണ്, അങ്ങനെ ഇങ്ങനെയാണ് ഇവരെല്ലാവരും ഒരേ സാധനം തന്നെ പറയുന്നത്, ഒരേ ഫ്രെയിം വർക്കാണ് പറയുന്നത്. സോ ആ മാതാപിതാക്കൾ ഇവർ പറഞ്ഞ കാര്യത്തിൽ ഇവർക്ക് വിശ്വാസീയത തോന്നി, ഓർ അവരിവരെ കൺവിൻസ് ചെയ്തു, എന്തുവാകാം. ഇനി എന്തുകൊണ്ടാണ് ഇവർ ഈ മാതാപിതാക്കളുടെ സൈഡിൽ നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ മക്കൾ ചെയ്തത് തെറ്റെന്ന് ഇവർക്ക് കൺവിൻസായ അല്ലെങ്കിൽ ഇവർക്ക് മനസ്സിലായ സാധനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച് നമ്മൾ കേൾപ്പിക്കും. കാരണം ഇവർ ഈ വീഡിയോയിൽ ഒന്നും പറയുന്നില്ല എന്താണ് ഇതിനുള്ള ശരിയായ കാരണമെന്ന് ഇവരാരും പറയുന്നില്ല. അത് ആ ഫാമിലി വ്ളോഗേഴ്സ് പറയുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അവർ പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് പറയാൻ പറ്റും. ബ്രോ, നല്ല കാര്യം, വെരി നൈസ് കാര്യം. കാരണം ഫാമിലി വ്ളോഗേഴ്സാണ്, അവരാണ് ചിന്തിക്കുന്നത് എന്ത് വിഷയം പുറത്തേക്ക് പോകണം, എന്ത് വിഷയം പുറത്തേക്ക് പോകരുതെന്ന്. അപ്പോൾ അവരുടെ വായിൽ നിന്ന് അത് പുറത്ത് പറയാത്തിടത്തോളം കാലം അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പുറത്ത് വരുന്നില്ല എന്നുള്ളത് നല്ല കാര്യം. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ക്രെഡിബിലിറ്റി. കാരണം ഇവർ അങ്ങനത്തെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഒരു പേര് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോൾ ഒരു കുട്ടി വ്ളോഗറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് റീച്ച് നോക്കുന്നവൻ ചിലപ്പോൾ വിളിച്ച് പറഞ്ഞെന്നിരിക്കും. സോ എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമെന്ന് നമുക്ക് കേൾക്കാം. അപ്പോൾ നമുക്ക് മൂപ്പൻസ് വ്ളോഗ് പറയുന്ന ബാക്കി കേൾക്കാം. ഒരു ഇറങ്ങിപ്പോക്ക്, അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫാമിലി വ്ളോഗ് തുടങ്ങാം. ഫാമിലി വ്ളോഗ് തുടങ്ങിയതിന് ശേഷം അതിൽ നിന്ന് കുറെ പൈസ കിട്ടും. മറ്റുള്ള യൂട്യൂബ് പല ക്രിയേറ്റേഴ്സ്, ഇപ്പം പ്രണവ് പ്രവീണിനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള പല ആൾക്കാരെ പോലെയോ ഒക്കെ നമുക്ക് പെട്ടെന്ന് വീട് വാങ്ങാം, കാർ വാങ്ങാം എന്നൊക പറഞ്ഞിട്ടുള്ള വ്യാമോഹത്തോടു കൂടിയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിലേക്ക് പോകാൻ താല്പര്യപ്പെട്ട് നിൽക്കാതെ, സത്യം പറഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ വെറും മായാമോഹ വലയങ്ങളാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ, അഥവാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് വളർച്ചയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അവിടെ സാഡാവും. നിങ്ങൾക്ക് പൈസ അതേ രീതിയിൽ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ലൈഫ് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകും. ഓക്കെ, ഈ ഞാൻ പറയുന്നതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം എന്ന് ഞാൻ അവകാശപ്പെടുന്നതേയില്ല. ഞാൻ പറയുന്നത് എൻ്റെ വ്യൂ പോയിന്റ്, എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോയിൽ മൂപ്പൻസ് വ്ളോഗ് പറയുന്നത് അവർ മറ്റൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതിനെ പ്രണവ് പ്രവീണുമായിട്ട് കമ്പയർ ചെയ്യുന്നു. പ്രണവ് പ്രവീൺ വിഷയം അറിയാത്തവർക്ക് വേണ്ടി രണ്ട് സഹോദരങ്ങൾ ഒന്നിച്ചെന്ന് വീഡിയോ ചെയ്തു. ഇവർ രണ്ടും ചില പ്രത്യേക കാരണങ്ങൾ തെറ്റിപ്പിരിഞ്ഞു. രണ്ടുപേരും രണ്ട് ചാനൽ തുടങ്ങി, രണ്ടും റീച്ചായി. അതാണ് ഇവരിവിടെ ഉദ്ദേശിക്കുന്നത് എന്ന തലത്തിലാണ് ഇദ്ദേഹം സംസാരിച്ചതായിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇനി ഇദ്ദേഹം സംസാരിച്ചത് മാത്രം വെച്ചിട്ടല്ല എനിക്കിങ്ങനൊരു സംശയം തോന്നിയത്. ഗോപ്രോ മച്ചാൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഗോപ്രോ റിയാക്ട്സ്. ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് വീണ്ടും പറയുന്നു, അവർ ഭാഗത്തൊരു തെറ്റുമില്ല. പിന്നെ കുഞ്ഞൻ എന്ന് അവരോട് പറയാണ്, ഇപ്പോൾ പ്രവീൺ പ്രണവ് വീട്ടിൽ നിന്ന് ഇറങ്ങി തെറ്റിപ്പോയി, അവർ യൂട്യൂബ് ചാനൽ വളർത്തി, അവർ വണ്ടി വാങ്ങി വീട് വെച്ചു എന്നുള്ള സംഭവം ഇതൊന്നും എല്ലാവരെ കൊണ്ടും പറ്റിയെന്ന് വരില്ല. എല്ലാം സോഷ്യൽ മീഡിയയിലെ കോണ്ടന്റ് അല്ല. അത് വിചാരിച്ച് നടക്കരുത് ദയവേത്. അങ്ങനത്തെ സൗഭാഗ്യങ്ങളെ പുറകെ ഷോർട്ട് കട്ടിൽ സക്സസ് എന്നുള്ളത് ദാറ്റ് നോട്ട് ഹാപ്പൻ. അതൊരിക്കലും ഇല്ല. കോൺട്രവേഴ്സി കൊണ്ടുണ്ടാകുന്ന സക്സസ് നിങ്ങൾക്ക് ബേർഡനായി മാറുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് നിങ്ങൾ നേടാൻ നിങ്ങൾക്ക് ഉദ്ദേശം നിങ്ങൾക്ക് പണമാണ്, പ്രശസ്തിയാണ്, ഫെയിം. ആ കുഞ്ഞിനെ കല്യാണം കഴിച്ചിട്ടുള്ള ആ ചെക്കനാണ് എല്ലാവരും പറയുന്നത്. സോഷ്യൽ മീഡിയയിലെ ഫ്രെയിം പ്രശസ്തിയാണ് നിങ്ങൾ ആസ് എ കപ്പിൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ല കോണ്ടന്റ് ഡെലിവറി ചെയ്ത് പോയിക്കോളൂ. നമ്മൾ ഒരുപാട് കൊല്ലൊന്നും സോഷ്യൽ മീഡിയ ആയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ ലോകം കണ്ടന്റ് ഇതിൽ വെച്ച് പറയുന്നത്. പിന്നെ ഒരുപാട് റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് വീഡിയോസ് എടുത്ത് കണ്ടിട്ട് അതിനെ
ഇഴകീര് പരിശോധിച്ചിട്ടാണല്ലോ പല വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, ഇദ്ദേഹം പറയുന്നതും സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം തെറ്റിപ്പിരിഞ്ഞ് പോകുമ്പോഴത്തേനും കോൺട്രവേഴ്സി വെച്ചിട്ട് ഒരു ചാനലുണ്ടാക്കി പ്രണവ് പ്രവീൺ റീച്ച് ഉണ്ടാക്കിയതുപോലെ എല്ലാവർക്കും ഉണ്ടാകാൻ സാധിക്കണമെന്നില്ല. സോഷ്യൽ മീഡിയ ഫെയിമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ ഇവിടെയും പറയുന്ന ആശയം, ഈ ഇതിനകത്തെ കോണ്ടെക്സ്റ്റ് ആശയം സെയിം ആണ്. ഒന്നിച്ച് നിൽക്കുന്നു, അതിൽ നിന്നും ഒരു ഇൻകം സോഴ്സിന് വേണ്ടി, ഫെയിമിന് വേണ്ടി, ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടി തെറ്റിപ്പിരിഞ്ഞ് വേറൊരു ചാനൽ ഉണ്ടാക്കി അതിലൂടെ ഈ കോൺട്രവേഴ്സി പിടിച്ച് ഗ്രോത്ത് ആകാനുള്ളൊരു ശ്രമം നടത്തുന്നു. ഇത് തന്നെയാണ് മൂപ്പൻസ് വ്ലോഗും പറഞ്ഞത്, ഇത് തന്നെയാണ് ഗോപ്രോ റിയാക്സും പറഞ്ഞത്, ഇത് തന്നെയാണ് സിജോ ടോക്സും പറയാൻ പോകുന്നത്. ഞാൻ കേൾപ്പിച്ചു തരാം, കേട്ടോ. അടിയുമ്പോഴത്തേക്കും ആ ഫാമിലി പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അത് അവരുടെ ഫാമിലി കാര്യമാണ്. ഞാനത് വിളിച്ച് പറയുന്നത് ഭയങ്കര മോശമാണ്. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് പറയാനായിട്ട് പറ്റില്ല. എൻ്റെ പൊന്നളിയ, ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാര്യം ഫാമിലി പറയാതെ വിളിച്ച് പറയാത്ത ഒരു മകൻ. ഈ പുള്ളിക്കാരൻ ഇപ്പോൾ എയറിലാട്ടോ. എൻ്റെ അടുത്ത വീഡിയോ അതാണ്. നിങ്ങൾ ഇത് കാണുന്നവർ, അത് അത്യാവശ്യം റോസ്റ്റിംഗ് വീഡിയോ ആണ്. കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ആ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ചിരിക്കാനുള്ളൊരു സാധനം ഞാൻ തരാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാര്യം അവരോട് വിളിച്ച് ചോദിച്ച് അതിൽ നിന്നും അറിഞ്ഞ് മാത്രം വീഡിയോ ചെയ്യുന്ന സിജോ ടോക്സ് പറയുന്ന ബാക്കി കേൾക്കാം. ആ പെൺകുട്ടി കാണിച്ചത് വളരെ മോശമാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ആ പെൺകുട്ടി യൂട്യൂബ് ചാനൽ നടത്തി. നിങ്ങൾ നോക്കിയോ, ഇനി ആ പെൺകുട്ടി ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം, ഇവരുടെ വിവാഹം ഇപ്പോൾ വളരെ ലളിതമായിട്ട് നടത്തി. പ്രത്യേകിച്ച് വ്ളോഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ആ പെൺകുട്ടിയുടെ വീഡിയോ ഒക്കെ അത് പറയുന്നുണ്ട്. അച്ഛൻ വന്നിട്ട്, അതായത് ചെറുക്കൻ്റെ അച്ഛൻ വന്നിട്ട് ഞങ്ങൾ വളരെ ഇത്ര നന്നായിട്ട് ആ വിവാഹം നടത്തും. ഇനി അവർ ചെയ്യുന്നത് ആ യൂട്യൂബ് ചാനലിനകത്ത് വിവാഹത്തിന്റെ കാര്യങ്ങൾ മറ്റേത് മറിച്ചത് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും. ആ യൂട്യൂബ് ചാനലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ പെൺകുട്ടി ഒളിച്ചോടി പോയത്. അതും കൂടെ കൊണ്ടാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അതിന് മറ്റൊരു വശമുണ്ട്. അത് പിന്നീട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആ ഫാമിലി പറയുമെങ്കിൽ അറിയാൻ പറ്റുന്ന മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിവേ, ഞാൻ ഏറ്റവും വലിയ കാര്യം കാണിക്കാം. ഈ നന്ദൂസ് വ്ലോഗ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ യൂട്യൂബ് ചാനൽ. ഓക്കെ, സിജോ ടോക്സും പറയുന്നത് ഈ സമാനമായ കാര്യങ്ങൾ തന്നെ. പക്ഷേ ഇവരെല്ലാം പറയുന്നത് ഇതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളൂടെ ഉണ്ടെന്ന് ഇവർ പറയുന്നുണ്ട്. അത് ഹൈലി കോൺഫിഡൻഷ്യലാണ്, അത് പുറത്തുവിടാൻ പറ്റത്തില്ല. സോ ഇവരുടെ വായിൽ നിന്ന് അത് വീഴാത്തടത്തോളം കാലം നമുക്കത് ഡീകോഡ് ചെയ്യാൻ യാതൊരു നിർവാഹവുമില്ല. സോ ഇവരുടെ കയ്യിൽ നിന്ന് വീണതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺട്രവേഴ്സി ഉണ്ടാക്കി അവിടെ നിന്ന് പിരിഞ്ഞ് മറ്റൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ ഹിറ്റായി, അതിലൂടെ ഫെയിം വന്ന്, അതിലൂടെ പണം വന്ന് ജീവിതത്തിൽ ഉന്നമനം എത്താം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ മാനത്ത് നോക്കി ഊഞ്ഞാല പാടിയിരിക്കത്തേ ഉള്ളൂ. കാരണം എല്ലാവർക്കും അതുണ്ടാവണമെന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ ഹിറ്റാവണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നല്ല കണ്ടന്റ് തരിക, ഹിറ്റാവും, നിങ്ങളെ ആളുകൾക്ക് ഇഷ്ടപ്പെടുക. കോൺട്രവേഴ്സിയിലൂടെ ഹിറ്റാവും, പക്ഷേ ആ ഫെയിം എങ്ങനെ പിടിച്ചു നിർത്തുന്നു എന്നുള്ളത് ഇരിക്കും. ഏതായാലും എനിക്ക് മനസ്സിലായത്, ഈ മക്കൾ രണ്ടാമത്തെ ആൾ ഇറങ്ങിപ്പോകാനുള്ള കാരണങ്ങളിൽ ഒന്ന് യൂട്യൂബ് ചാനലിൽ നിന്ന് പിരിഞ്ഞ് ഫെയിം ഉണ്ടാകാനുള്ളൊരു സാധനമാണെന്നാണ് ഇവർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ മകളെ റീച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ തീർച്ചയായിട്ടും ഈ മകളെ റീച്ച് ചെയ്തിട്ട് അവരുടെ ഭാഗം കൂടെ കേൾക്കുക. ഇപ്പം നിങ്ങൾ ഈ ചെയ്ത വീഡിയോ ഈ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സപ്പോർട്ട് കിട്ടുകയും ആ അച്ഛനും അമ്മയ്ക്കും കിട്ടുന്ന അതേ സപ്പോർട്ട് പോലെ തന്നെ അതേ തലത്തിലുള്ള എതിർപ്പ് ഈ മകൾക്കെതിരെ പോവുകയും ചെയ്യും. അത് എനിക്ക് തോന്നുന്നു മെച്യൂരിറ്റി ഒന്നും ഇല്ലാത്തൊരു കൊച്ചു കുട്ടിയാണത്. അതിന് വലിയ പ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ആ ഒരു സാധനം ആ കുട്ടിക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കറേജ് ഉണ്ടോയെന്ന് നമുക്കറിയില്ല. സോ നിങ്ങൾ ഒന്നെങ്കിൽ ഇച്ചിരിയും കൂടെ ലളിതമാക്കായിരുന്നു ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സൈഡും കൂടെ കേട്ടതിന് ശേഷം ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉചിതമായിരുന്നേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ 3-4 വ്ളോഗേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ ഈ മാതാപിതാക്കൾക്ക് പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ ഇവർക്ക് അവർ പറയുന്നതാണ് ശരിയെന്ന് തോന്നിയെങ്കിൽ, ഓഫ് കോഴ്സ് അതിനകത്തൊരു വാലിഡ് പോയിന്റ് കാണും. ബട്ട് ദ പോയിന്റ് ഈസ്, 2 കൈ അടിച്ചാൽ ശബ്ദം വരും. 2 പേരുടെ ഭാഗത്തും തെറ്റുകൾ കാണാനുള്ള സാധ്യതകളുണ്ട്. എന്നെ ആരും വിളിച്ചിട്ടില്ല, എനിക്ക് വ്യക്തമായിട്ട് കാര്യം അറിയത്തില്ല. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ എൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ.